ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നാളെ വരാനിരിക്കുന്ന മഴ തോരും മുമ്പേ സീരിയലിൻ്റെ പ്രൊമോ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അടിപൊളി നമ്മൾ കാത്തിരുന്നൊരു സീനൊക്കെയാണ് കേട്ടോ നാളെ വരാൻ പോകുന്നത്. നമ്മുടെ വൈജയന്തി അഹങ്കാരത്തിൻ്റെ കൈയും കാലും വെച്ചൊരു സ്ത്രീയാണ്. ആ ആള് നാളെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് പടിയിറങ്ങുകയാണ്. സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്കും, അല്ലേ, അവരുടെ ആ ഒരു പ്രവൃത്തി, അലീന എന്ന് പറയുന്ന ആ ഒരു വീട്ടുവേലക്കാരിയായ പിശാച് ആ വീട്ടിൽ ഉള്ളത് കൊണ്ടാണ് താൻ ഈ വീട് വിട്ടിറങ്ങുന്നത്. അതാണ് ന്യായം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് ആ കുട്ടി ചെയ്ത തെറ്റ്? അപ്പോൾ നമുക്ക് എന്തായാലും കാത്തു തന്നെ ഇരിക്കാം, ഇനി എന്താണ് വരാൻ പോണത്. നിങ്ങൾക്കൊരു ആകാംക്ഷയില്ലേ? അപ്പോൾ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങൾ ആരും മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ രേഖപ്പെടുത്തണം. കമൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ എന്താ രസം? നിങ്ങളുടെ കമൻറ്റ്സൊക്കെ വന്നു കഴിഞ്ഞാലല്ലേ നമുക്കൊരു പ്രചോദനമുള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോരുത്തരും ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു വാക്കെങ്കിലും എഴുതി ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ നാളത്തെ രംഗത്തിൽ പറയാം, ആദ്യം കാണിക്കുന്നത് നമ്മുടെ അലീനയും നമ്മുടെ രോഹിത്തിനെയാണ്. നമ്മുടെ പ്രിൻസിപ്പൾ അച്ഛനെ പോയി കാണുകയാണ്. അപ്പോൾ പ്രിൻസിപ്പൾ അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നിനക്ക് 1 മാസത്തെ സസ്പെൻഷനാണ് തന്നിരിക്കുന്നത്. ഈ കുട്ടി, അതായത് ഈ അലീന എന്ന് പറയുന്ന ഈ പെൺകുട്ടി വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിനക്ക് ഡിസ്മിസ് തന്നെയായിരുന്നു ഉറപ്പെന്ന് പറഞ്ഞു. കാരണം നിൻ്റെ അച്ഛൻ ബാലചന്ദ്രൻ പോലും ഇവിടെ വന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മനസ്സലിവുണ്ടായില്ല. പക്ഷേ ഈ ഒരു കുട്ടി, കാരണം എന്ന് വെച്ചാൽ ഇവളുടെ വായിൽ നിന്ന് വന്ന ആ ഓരോ വാക്കും ഓരോ വചനങ്ങളും എൻ്റെ മനസ്സിനെ ആഞ്ഞടിച്ച് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഫാദർ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരിക്കലും ഫാദറിനെ വിഷമിപ്പിക്കണം അല്ലെങ്കിൽ ഞാൻ എതിർത്ത് പറയണ രീതിയിൽ ഒരിക്കലും പറഞ്ഞതല്ല. അയ്യോ, അങ്ങനെ പറയണ്ട, നിന്നെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തിയതല്ല. നീ എൻ്റെ മനസ്സിൽ വെളിച്ചം പകർന്നു തന്ന പെൺകുട്ടിയാണ്. നീ ഒരു ഓർഫണാണ് എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് നിന്നോടുള്ള റെസ്പെക്റ്റ് കൂടുകയാണ് ചെയ്തത് മോളെ എന്ന് പറഞ്ഞു. എന്നിട്ട് രോഹിത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു പെൺകുട്ടിയുടെ വാക്കുകൾ എന്നിലുണ്ടായ മാറ്റമാണ് നിനക്ക് തന്നിക്കുന്ന ഈ ഒരു ഇളവ്. നിൻ്റെ ജീവിതത്തിൽ നിനക്ക് കൈപിടിച്ച് കയറാനുള്ള ഒരു പടിയാണത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഉപദേശിക്കണം. അപ്പം നമ്മുടെ രോഹിത് പറഞ്ഞു, ഇനി ഒരിക്കലും ഒരു വഴി തെറ്റിയ ജീവിതത്തിലോട്ട് ഞാൻ ഒരിക്കലും പോകില്ല അച്ഛാ. എനിക്ക് പഠിച്ച് എൻ്റേതായ ഒരു രീതിയിൽ എനിക്ക് എത്തണം എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം എന്ന് നമ്മുടെ രോഹിത് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ അനുഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഒരു പക്ഷേ നിൻ്റെ അച്ഛനായ ബാലചന്ദ്രൻ വന്നിട്ട് കൂടി ഞാൻ ആ ഒരു അലിവ് കാണിച്ചില്ല. കാരണം എവളെ വായിൽ നിന്നും പറഞ്ഞ കാരണം വെച്ചാൽ ഇവള് സാധാ ഒരു പെൺകുട്ടിയല്ല. എല്ലാ അറിവും ദൈവികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കിയ ഒരു നല്ലൊരു പെൺകുട്ടി തന്നെയാണ് ഈ നിൽക്കുന്ന അലീന എന്ന് പറയുന്നത്. ഇവള് നിൻ്റെ ചേച്ചിയായിട്ട് നീ സ്ഥാനം കൊടുത്ത് നിർത്തിയിരിക്കുന്ന ഈ പെൺകുട്ടി നിൻ്റെ ജീവിതത്തിൽ വന്നതാണ് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അലീനയെക്കുറിച്ച് അച്ഛൻ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം രോഹിത്തിന് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിൽ അങ്ങോട്ട് വല്ലാത്ത ഫീലിങ്സും വിഷമവും സന്തോഷവും ഒക്കെ ഉണ്ടാവുകയാണ്. അലീന കൈയെടുത്ത് കുമ്പിട്ടുകൊണ്ട് തന്നെ അച്ഛനോട് പറഞ്ഞു, ഫാദർ ചെയ്ത ഈ ഒരു കാര്യം എത്ര പറഞ്ഞാലും എനിക്ക് നന്ദി പറഞ്ഞു തീരില്ല. കാരണം എൻ്റെ അനുജന് വേണ്ടിയിട്ട് അച്ഛൻ തന്ന ഈ ഒരു ഔദാര്യം ഞങ്ങളത് ആ രീതിയിൽ തന്നെ കാണുമെന്നും അങ്ങനെ ഒരുപാട് നന്ദി വാക്ക് അച്ഛനോട് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അലീന, കാരണം നീയാണ് എന്നിൽ ആ മാറ്റം വരുത്തിയത് എന്നുള്ള കാര്യം അത് എടുത്തെടുത്ത് തന്നെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനോട് നന്ദി വാക്കൊക്കെ പറഞ്ഞിട്ട് അവർ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ രോഹിത്തിന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ അലീന ചേച്ചി, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, ഇവിടെ എന്താ നടന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ രോഹിത് അങ്ങ് അതിശയിക്കുകയാണ്. അപ്പോൾ അലീന പറഞ്ഞു, എടാ മോനെ, നിൻ്റെ ഭാഗ്യം അതാണ് അച്ഛനായി ആ ഒരു മനസ്സലിവ് തോന്നി. നിനക്ക് 1 മാസത്തെ സസ്പെൻഷനല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ നിനക്ക് തുടർന്ന് പഠിക്കാം. അപ്പോൾ നീ ചെയ്യേണ്ടത് വീട്ടിൽ പോയി ഈ 2 മാസത്തെ പോർഷന്, കഴിഞ്ഞ 2 മാസം നീ പഠിക്കാത്ത പോർഷനൊക്കെ നീ നിൻ്റെ ഫ്രണ്ട്സ് വഴി ആ നോട്ട്സൊക്കെ എഴുതിയെടുത്ത് എല്ലാം പഠിച്ച് കവർ ചെയ്യണം. കാരണം ഫൈനൽ ഇയർ ആണ്, നിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റാണ്. എന്നിട്ട് രോഹിത് പറഞ്ഞ അലീനയുടെ കൈ പിടിച്ചിട്ട് പറയണ, ഇതിനെല്ലാം ഞാൻ നന്ദി പറയേണ്ടത് അലീന ചേച്ചിയോട് മാത്രമാണെന്ന് പറഞ്ഞു. എന്നിട്ട് രോഹിത്തിൻ്റെ മനസ്സിൽ അലീനയെ അങ്ങോട്ട് അങ്ങോട്ട് സ്നേഹമാണോ നന്ദിയാണോ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു രോഹിത്തിന്. അപ്പം അലീന പറഞ്ഞു, മോനെ നീ എന്നോട് നന്ദി പറയണ്ട,
ഇതെല്ലാം നിനക്ക് മേളിയിരിക്കുന്ന ഒരാളിൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് നിനക്ക് കിട്ടിയതാണ്. അത് നീ വേണ്ട വിധേന നല്ല രീതിയിൽ അത് വിനിയോഗിച്ചാൽ മാത്രം മതിയെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നടന്ന് പോവാണ്, വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രോഹിത്തിൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണമെന്ന് വെച്ചാൽ ആ ഫാദറിൻ്റെ അടുത്ത് അലീന പറയുന്നുണ്ടായിരുന്നു, ബാലചന്ദ്രൻ എൻ്റെ അച്ഛനല്ല എന്നുള്ള കാര്യം. അപ്പോൾ രോഹിത്തിന് ചോദിക്കണമെന്നുണ്ടായിരുന്നു, ആ അച്ഛനെ എനിക്കറിയാം, അമ്മയെ എനിക്കറിയാം, അലീന പറഞ്ഞായിരുന്നു ഫാദറിൻ്റെ മുമ്പിൽ വെച്ച്. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടും കാര്യമില്ല. ഇപ്പം രോഹിത്ത് മനസ്സിലാലോചിക്കണം, എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് എൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പക്ഷെ എനിക്ക് പ്രചോദനമായത് എൻ്റെ അലീന ചേച്ചിയല്ലേ. അതിനൊന്നും വലിയ പ്രസക്തിയൊന്നും ഉള്ളതായിട്ട് രോഹിത്തിന് തോന്നിയില്ല. അമ്മ ഉണ്ടായിട്ട് എന്ത് കാര്യമാണ്, എനിക്ക് അമ്മയുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ചേച്ചിയുടെ സ്നേഹം ഒക്കെ എനിക്ക് കിട്ടിയത് അലീന ചേച്ചിയിൽ നിന്നാണ്. അങ്ങനെയൊക്കെ രോഹിത്ത് മനസ്സിലിങ്ങനെ ആലോചിക്കുന്നു. ഇതേ സമയം അലീന ബാലചന്ദ്രനെ വിളിച്ച് ഈ ഒരു സന്തോഷ വാർത്ത പറയാണ്. ബാലചന്ദ്രൻ അത് വിശ്വസിക്കാനേ അങ്ങോട്ട് ആവുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഡിസ്മിസറി ലെറ്ററും മേടിച്ചുകൊണ്ട് മകൻ വരും എന്നുള്ള ഒരു ഇതിലാണ് ബാലചന്ദ്രൻ ഇന്നിരുന്നത്. കാരണം അതിന് അവർ വിളിക്കണത് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ബാലചന്ദ്രൻ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം തൻ്റെ മകൻ്റെ ഭാവി ഇനി എന്താകും എന്നൊക്കെയുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അവർ വീട്ടിലെത്തണം. അപ്പോൾ വീട്ടിലെത്തുന്നതിന് മുന്നേ ആയിട്ട് അവിടെ ഒരു പൊടിപൂരം പുകിൽ നടക്കുകയാണ്. കാരണം നമ്മുടെ ബബിത ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, രോഹിയേട്ടൻ പോയിട്ട് എന്താവോ എന്തോ, അലീന ചേച്ചി ഉണ്ട് ഒരു സമാധാനത്തിന്, എന്നാലും ആ പ്രിൻസിപ്പൾ അച്ഛൻ എന്തായിരിക്കും ഇനി പറയണത്, വഴക്ക് പറയോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷനോടെ ഇരുന്ന സമയത്ത് നമ്മുടെ വൈജയന്തി റൂമിൽ ഇരുന്ന് ആലോചിക്കുകയാണ്, ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഞാൻ ആരും ഇല്ലാത്തവളല്ല, ഒരു പട്ടിയെപ്പോലെ ഈ വീട്ടിൽ കിടക്കുന്നതിനും ഭേദം ഞാൻ എങ്ങോട്ടെങ്കിലും മാറുന്നതല്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ ചിന്തിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വൈജയന്തി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. ഒരു ടാക്സിയൊക്കെ വിളിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ബബിത നോക്കിയപ്പോൾ അമ്മ വൈജയന്തി ഒരു ബാഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇറങ്ങുകയാണ്. അപ്പം ബബിത ചോദിച്ചു, അല്ല അമ്മ ഇതെങ്ങോട്ട് പോവാ? എടി, ഞാനൊരു പട്ടിയെപ്പോലെ ഇവിടെ കിടക്കേണ്ട കാര്യം എനിക്കില്ല. എൻ്റെ ഭർത്താവിന് എന്നെ വേണ്ട, എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ട, പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ കിടക്കണേ? അമ്മ ഇതെന്തൊക്കെയാണ് ഈ പറയണേ? ബബിതയ്ക്ക് ആകെ ടെൻഷനായി. ഒന്നാമത് രോഹിയേട്ടൻ പോയിട്ട് എന്താകും എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോഴേക്കും വൈജയന്തി അങ്ങ് തുടങ്ങിയില്ലേ, എടി ഒരു വീട്ടുവേലക്കാരിയുടെ ഔദാര്യത്തിൽ എനിക്കിവിടെ നിൽക്കേണ്ട കാര്യമില്ല, അമ്മ എന്താ ഈ പറയണേ? അലീന ചേച്ചീനെ അച്ഛൻ ഒരിക്കലും ഇവിടെ നിന്ന് പറഞ്ഞു വിടില്ല. വിടണ്ടാന്നേ, നിൻ്റെ അച്ഛൻ അവളെയും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരുന്നോട്ടെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ. ഞാൻ എന്തിനാടി പിന്നെ അയാൾക്ക് 3 മക്കളുടെ അമ്മയാണെന്നുള്ളൊരു വില പോലും അങ്ങേരെ എനിക്ക് തന്നിട്ടുണ്ടോ? പിന്നെ ഞാൻ എന്തിനാടി കടിച്ച് തൂങ്ങി പട്ടിയെ പോലെ ഇവിടെ നിൽക്കുന്നത്? എൻ്റെ മക്കളുണ്ട്. പണ്ടൊക്കെ കൃഷ്ണമോള് മാത്രമേ എനിക്കെതിരെ തിരിഞ്ഞിട്ടുള്ളൂ. ഇപ്പം നീയും രോഹിത്തും എല്ലാവർക്കും ഒരു ദേവതയെ പോലെ അല്ലേടി അലീനയെ കൊണ്ടു നടക്കുന്നത്. എനിക്കതൊക്കെ മനസ്സിലാവൂടിയെന്ന് പറഞ്ഞു. എനിക്ക് ചോദിക്കാനും പറയാനും ആളില്ലാത്തോ അല്ലെങ്കിൽ ഒരു കുടുംബം കയറി ചെല്ലാൻ വീടില്ലാത്തവളോ അല്ല. എനിക്കും ഉണ്ടടി, ഞാൻ കൈതയ്ക്കൽ മാളിക വീട്ടിൽ രാവുണ്ണി എന്താണെന്ന് തോന്നുന്നു കേട്ടോ പേര് പറഞ്ഞത്, ആളിൻ്റെ മകളാണടി. എനിക്കും ഉണ്ടടി ഒരു കുടുംബവും ആൾക്കാരും ഒക്കെ, അല്ലാണ്ട് ഞാൻ വെറും പട്ടിയെപ്പോലെ കിടക്കുന്നവളല്ലടി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിത പറഞ്ഞു, എൻ്റെ പൊന്നമ്മേ, ഇവിടെ ഇപ്പോൾ അച്ഛനും ഇല്ല, ആരുമില്ല, നമുക്ക് എന്തായാലും പറഞ്ഞ് സംസാരിച്ചൊരു തീരുമാനം എടുത്താൽ പോരെ. അപ്പോൾ അമ്മ എന്തിനാ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യണത്? ഒന്നാമത് രോഹിയേട്ടൻ്റെ കാര്യത്തിൽ എന്താകും എന്നൊന്നും അറിയില്ല, ആ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അമ്മ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ബബിത മാക്സിമം പറഞ്ഞു നോക്കുകയാണ്. ഇവിടെ നിന്ന് ഇലയുടെ മുള്ളിൻ്റെ നടുക്ക് നിൽക്കുന്ന അവസ്ഥയാണ്. വൈജയന്തി അടുക്കില്ല എന്ന് വെച്ചാൽ അടുക്കില്ല എന്ന് തന്നെ. അങ്ങനെ കാര്യങ്ങളൊക്കെ ബബിത പറ്റുന്നിടത്തോളം വൈജയന്തിയെ തടയാനും പറയാനും നോക്കി. പക്ഷേ രക്ഷയില്ല. അമ്മ എന്നാൽ ഒരു കാര്യം ചെയ്യുക, അച്ഛനെങ്കിലും വന്നോട്ടെ, അച്ഛനെങ്കിലും വന്നതിന് ശേഷം അമ്മയ്ക്ക് പോയാൽ പോരെ എന്ന് ചോദിക്കാനുണ്ട്. ഞാനെന്തിനു ഇനി നിൽക്കണം? എടി, ബാലചന്ദ്രൻ വന്ന് നിന്നിട്ട് എന്ത് കഴിക്കാനാ? നീ ഇറങ്ങി പോടി എന്ന് എന്നെ ബാലചന്ദ്രൻ പറയും. കാരണം അയാൾക്ക് വലുത് അലീനയാണ്, അയാൾക്ക് അലീനയെ മതി. എടി, അവളിവിടെ വന്ന് കയറിയത് മുതൽ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ദോഷങ്ങളും വിനകളും എന്തൊക്കെയാണെന്ന് അറിയോടി? അവളെ കാലെന്നെടുത്ത് ഈ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ കാല് കുത്തിയോ അന്ന് തുടങ്ങിയതാടി എൻ്റെ കഷ്ടകാലം. അതിനി ഞാൻ വെച്ച് പുറപ്പിക്കില്ല. ഒന്നുകിൽ അവൾ, ഒന്നുകിൽ ഞാൻ. എന്തായാലും അവൾ പോകില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എൻ്റെ തറവാട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അമ്മ ഇപ്പം എങ്ങോട്ട് പോകണ? പിന്നെ കമലാൻ്റീൻ്റെ അടുത്തോ? അവിടെ പോയ അമ്മ എത്ര ദിവസം നിൽക്കും? എടി, അവിടെ നിന്ന് എന്നെ ആരും
ആരും ആട്ടിയിറക്കി വിടൂല, അത് എനിക്കും കൂടെ അവകാശപ്പെട്ട സ്വത്താ, എൻ്റെ കുടുംബം, എൻ്റെ അച്ഛൻ്റെ സ്വത്താ അത് എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയണം കേട്ടോ. അവസാനം ടാക്സി വന്നു, വൈജയന്തി വിളിച്ച ടാക്സി വരെയാണ്. അപ്പോഴേക്കും ബബിത പോകല്ലേ അമ്മ, പോകണ്ട, അച്ഛനെങ്കിലും വന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ബബിത മാക്സിമം തടയാണ്. വൈജയന്തിയുടെ വാശി, ഒരു കാര്യം തീരുമാനിച്ചാൽ വൈജയന്തി മാറി നിൽക്കുമോ? വൈജയന്തി തീരുമാനിച്ചതാണ്, അതിനൊരു മാറ്റവും വരില്ല. അങ്ങനെ ടാക്സി ഡ്രൈവറും വൈജയന്തിയും ചേർന്ന് ആ പെട്ടിയൊക്കെ എടുത്ത് അകത്തോട്ട് വെക്കുന്നു, കാറിൻ്റെ അകത്ത്. അപ്പം ബബിത പറഞ്ഞു, അമ്മ പോകല്ലേ അമ്മയെന്ന് പറഞ്ഞു. എടി നിന്നോടാ മാറി നിൽക്കാൻ പറഞ്ഞത്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയിപ്പം ഞാൻ പോണടുത്ത് എന്നെ തിരക്കി ആരെങ്കിലും വന്നാൽ എൻ്റെ സ്വഭാവം മാറും. അവളടുത്ത് വരുമ്പം പറഞ്ഞേരെ വൈജയന്തി തോറ്റു എന്ന്. അവൾ വാഴട്ടെടി, ഇവിടെ വാഴട്ടെ, നെടുമ്പുരയ്ക്കൽ റാണിയായിട്ട് അവൾ വാഴട്ടെ, നീ പറഞ്ഞേരെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബബിത വീണ്ടും അമ്മ പോകല്ലേ അമ്മയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈജയന്തി ബബിതേനെ പിടിച്ച് ഒരൊറ്റ തള്ളലാട്ടോ. ബബിത വീണില്ല എന്നുള്ള മട്ടിലായിപ്പോയി. എന്നിട്ട് കാറി കയറി അങ്ങ് പോവാണ്. ബബിതയുടെ കണ്ണുകളൊക്കെ അങ്ങ് നിറഞ്ഞു. കാരണം എത്ര പറഞ്ഞാലും അച്ഛൻ അമ്മ ആ ഒരു ബന്ധം എന്ന് പറയുമ്പോൾ അത് അതിൻ്റേതായ വാല്യൂ ആണല്ലോ. അപ്പോൾ അമ്മ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പോകുമെന്ന് ഒരിക്കലും ബബിത പ്രതീക്ഷിച്ചില്ല. അവിടെ മറ്റാരും ഇല്ലേ താനും. അങ്ങനെ വൈജയന്തി പോകണം. ഈ സമയത്താണ് നമ്മുടെ രോഹിത്തും അലീനയും വരുന്നത്. അപ്പോൾ അവർ ആ ഒരു സന്തോഷത്തിൽ വരെയാണ്. രോഹിക്ക് ഇങ്ങനെ ഇനി തുടർ വിദ്യാഭ്യാസത്തിന് അച്ഛൻ അനുമതി നൽകി എന്നുള്ളത്. അപ്പോഴേക്കും നമ്മുടെ ബബിത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മ ഇന്നതുപോലെ പോയി, അമ്മ വെല്ലുവിളി വിളിച്ചിട്ട് പോവേണ്, തറവാട്ടിലേക്കാണ് പോയെന്ന് പറഞ്ഞു, കൈതക്കൽ മാളിക വീട്ടിൽ. അപ്പോഴേക്കും അലീനയുടെ മുഖം അങ്ങ് മാറി. കാരണം താൻ ഒരാൾ കാരണമാണ് മാഡം ഇവിടെ നിന്ന് പോയത്. അലീനയുടെ കണ്ണുകളൊക്കെ നിറയണം. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അലീന ചേച്ചി എന്തിനാണ് വിഷമിക്കുന്നത്? അമ്മയുടെ സ്വഭാവം ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയാണല്ലോ. അമ്മ പിടിച്ച ഒരു വാശി പിടിച്ചാൽ അത് വാശി തന്നെയാണ്, അമ്മയ്ക്ക് ജയിക്കണം, അത്ര തന്നെ. അതിന് അലീന ചേച്ചി സങ്കടപ്പെടണ്ട. എന്നാലും മോളെ, ഞാൻ ഒരാളുള്ളത് കൊണ്ടല്ലേ മാഡം ഇവിടെ നിന്ന് പോയത്. യഥാർത്ഥത്തിൽ മാഡം അല്ലേ ഇവിടെ നിൽക്കേണ്ടത്. അലീന ചേച്ചി എങ്ങോട്ട് പോകാനാ? രോഹിത്തും പറഞ്ഞു, അലീന ചേച്ചി എങ്ങോട്ടും ഞങ്ങൾ വിടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയണം കേട്ടോ. അവസാനം അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്ത് പറയണമെന്നോ അറിഞ്ഞൂടാ. എന്നിട്ട് പിന്നെ ബബിത കോളേജിലെ കാര്യങ്ങൾ എന്തായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴും അലീനയുടെ മുഖം ആ ഒരു സങ്കടത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ടില്ല. ഇനി എന്ത് ചെയ്യും? താൻ ഒരാൾ കാരണം ഈ കുടുംബത്തിലെ ഒരു ഗ്രഹനാഥയല്ലേ. അപ്പോൾ അത് ഇറങ്ങിപ്പോവാന്ന് പറയുമ്പോൾ, കാരണം എന്നോട് ആവശ്യപ്പെട്ടതാണ്, ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, അപ്പം ഞാൻ പോകില്ല എന്ന് പറഞ്ഞത് കൊണ്ടാകാം മാഡം പോയത് എന്നുള്ള കുറ്റബോധമൊക്കെ അലീനയുടെ ഉള്ളിൽ കയറി വരികയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ വൈജയന്തി നേരെ കൈതക്കൽ വീട്ടിലെത്തി. അപ്പം കോളിംഗ് ബെല്ലടിക്കുകയാണ്. അപ്പോഴേക്കും കമല വന്ന് ഡോറ് തുറക്കുകയാണ്. കമല ഡോറ് തുറന്നത് നോക്കിയപ്പം കാണാൻ ദേ നിൽക്കണു വൈജയന്തി 2-3 പെട്ടിയും ബാഗൊക്കെ ആയിട്ട്. ആ കമല വാ അങ്ങോട്ട് തുറന്നു. അല്ല വൈജയന്തി, നീ എന്തേ പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട്? അതെന്തേ കമലേട്ടത്തി അങ്ങനെ ഒരു ചോദ്യം? എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? ഇത് എൻ്റെയും കൂടെ വീടല്ലേ. അല്ല നീ പെട്ടിയൊക്കെ ആയിട്ട് വന്നേക്കണേ എന്ത്? ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. ആ ഒരുമ്പെട്ടവൾ അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഞാൻ ഇനി അവിടെ നിൽക്കുന്നില്ല കമലേട്ടത്തി എന്ന് പറഞ്ഞു. കമലയ്ക്ക് അങ്ങോട്ട് തരിച്ച് കയറിയില്ലേ. കമല ഒരൊറ്റ സ്പീഡ് ബാക്കിലോട്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് ശിവശങ്കറിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഇതേ വന്നിട്ടുണ്ട് എഴുന്നള്ളി നിങ്ങളുടെ പെങ്ങൾ, പെട്ടിയും പ്രമാണവും ഒക്കെ ഉണ്ടെന്ന്. ശിവശങ്കരൻ അങ്ങോട്ട് ചെല്ലുകയാണ്. ചെന്നിട്ട് ചോദിച്ചു, വൈജയ് നീ എന്താ ഈ പെട്ടിയൊക്കെ ആയിട്ട്? അതെന്താ ശിവേട്ട അങ്ങനെ ഒരു ചോദ്യം? എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? നിനക്ക് ഇങ്ങോട്ട് വരാം, നിൻ്റെയും കൂടെ അവകാശപ്പെട്ട തറവാട് തന്നെയാണ്, നിനക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ നിൽക്കാം. പക്ഷേ എനിക്കതല്ല ചോദ്യം, നീ ഇപ്പോൾ എന്തിനിവിടെ വന്നു എന്നുള്ളതാണ്. ആ ഒരുമ്പെട്ടവൾ ഉള്ളിടത്തോളം കാലം ഞാൻ ആ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിൽക്കില്ല ശിവേട്ട. ഇനി അതിനു വേണ്ടി ആരും എന്നോട് പറയണ്ട. അല്ല അവിടെ നിൽക്കാത്തതിൻ്റെ കാരണം എന്താണ്? ബാലചന്ദ്രൻ നിന്നോട് പറഞ്ഞോ ഇറങ്ങിപ്പോണമെന്ന്? എന്നോടാരും പറഞ്ഞൊന്നുമില്ല. നിൻ്റെ മക്കൾ പറഞ്ഞു? ഇല്ല, എന്നോട് മക്കളും പറഞ്ഞില്ല. അപ്പം നീ നിൻ്റെ അഹങ്കാരവും നിൻ്റെ അഹമ്മതിയും കൊണ്ട് നീ ആ വീട് വിട്ടിറങ്ങി. എടി നീ എപ്പോഴെങ്കിലും നിൻ്റെ കുടുംബത്തെ നീ സ്നേഹിച്ചിട്ടുണ്ടോ വൈജയ്? നീ ഭർത്താവിനെ നീ വില കൽപ്പിച്ചിട്ടുണ്ടോ? നീ നിൻ്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ടോ? നിനക്ക് നിൻ്റെ അഹങ്കാരം, നിൻ്റെ അജണ്ട ജയിക്കണം എന്നുള്ളത് മാത്രമേ നിനക്കുള്ളൂ എന്ന് ശിവശങ്കരൻ പറഞ്ഞു. അപ്പോൾ വൈജയന്തി പറഞ്ഞു, ശിവേട്ടൻ അർത്ഥം വെച്ചുള്ള സംസാരം ഒന്നും സംസാരിക്കണ്ട. അവളുള്ളിടത്തോളം കാലം ഞാൻ അവിടെ നിൽക്കില്ല. അത് തീരുമാനിച്ചത് തന്നെ ആയിക്കോട്ടെ. ശിവശങ്കരൻ പറഞ്ഞു, നിൻ്റെ തീരുമാനം ജയിക്കട്ടെ. പക്ഷേ നീ ഒരു കാര്യം നീ ഓർത്തോണം, എപ്പോഴും നീ നിന്നെ മാത്രമാണ് നീ സ്നേഹിച്ചിരിക്കുന്നത്. നീ നിൻ്റെ അഹങ്കാരം, നിൻ്റെ ഇത് പണ്ട് മുതൽക്കേ നിനക്കുള്ള സ്വഭാവം
തന്നെയാണ്. നീ എന്ത് കാര്യത്തിലടി നീ വലിയ രീതിയിൽ നെളിയണത്? നീ എന്ത് തെറ്റ് ചെയ്തിട്ട്, നീ എന്തോരം തെറ്റ് ചെയ്തിട്ട് നിൽക്കുന്നവളാ? നീ ചെയ്ത തെറ്റിൻ്റെ ആഴം നിനക്കറിയാലോ. അപ്പോൾ കമല ശ്രദ്ധിക്കുന്നു, തെറ്റോ? എന്ത് തെറ്റിൻ്റെ കാര്യം ശിവേട്ടയും പറയണത്? അപ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട്, എടി നീ ചെയ്ത തെറ്റ് നീ മറച്ച് വെച്ചിട്ട് നീ വലിയ അഹമ്മതി കാണിച്ച് ഈ നെളിഞ്ഞ് നിൽക്കുന്നു. നീ ഒന്ന് പുറകിലോട്ട് നിൻ്റെ ജീവിതം ഒന്ന് നീ തിരിഞ്ഞു നോക്കുമെന്ന് പറഞ്ഞു. നീ ബാലചന്ദ്രൻ ഒരു പാവം മനുഷ്യനായതുകൊണ്ടല്ലേടി നിന്നെ ഇപ്പോഴും നിന്നെ ആ വീട്ടിൽ കയറ്റിയത്. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല, പക്ഷേ നീ ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ ഈ വീട്ടിൽ വരുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ നീൻ്റെ ഈ പിണങ്ങിയുള്ള ഒരു വരക്കമുണ്ടല്ലോ, അത് ഞാൻ അനുവദിച്ച് തരേയില്ല. അത് ശരിയായ ഒരു കാര്യമല്ല. ഞാൻ അതിന് നിന്നോടൊപ്പം കൂട്ടു നിൽക്കേയില്ല എന്നെ ശിവശങ്കരൻ പറഞ്ഞു. ഓഹോ, അപ്പോൾ ശിവേട്ടൻ ഇപ്പം ഞാൻ ഇവിടെ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞ. പക്ഷെ നിൻ്റെ അഹങ്കാരം ഉണ്ടല്ലോ, നീ അഹങ്കാരം കൊണ്ട് നീ എടുക്കുന്ന ഈ തീരുമാനം നിൻ്റെ ജീവിതത്തെ തന്നെ കുളം തോണ്ടുന്ന ഒന്നാണ്. അത് നീ എപ്പോഴും ഓർത്തോ. നിനക്കേ നഷ്ടങ്ങളുള്ളൂ. നിനക്ക് നിൻ്റെ കുടുംബം, നിൻ്റെ മക്കൾ, നിൻ്റെ ഭർത്താവ്, ഇതെല്ലാം നിനക്കേ നഷ്ടമാകുള്ളൂ. നീ ഓരോ പ്രാവശ്യം തീരുമാനം എടുക്കുമ്പോഴും ഞങ്ങൾ ആവർത്തിച്ച് നിന്നോട് പറയുന്നുണ്ട്, നീ തീരുമാനം എടുക്കുമ്പോൾ നീ മുന്നും പിന്നും ചിന്തിച്ചിട്ട് നീ തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞിട്ട് ശിവശങ്കരൻ പറഞ്ഞു, നീ നിൻ്റെ തോന്നിയ പോലെ നീ ചെയ്തോളാൻ പറഞ്ഞിട്ട് ശിവശങ്കരൻ പോകണം. അപ്പോഴേക്കും കമലയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് പാടില്ല. കാരണം തള്ളേ തന്നെ നോക്കി നോക്കി മടുത്തു. അപ്പോഴേക്കും ഇനി മോളെയും കൂടെ നോക്കേണ്ട ഗതി. മറ്റുള്ളവർക്കൊക്കെ വെച്ച് വിളമ്പി ഞാനേ ഇവിടെ നിൽക്കില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോകുമെന്നും പറഞ്ഞ് കമല ശിവശങ്കരൻ്റെ അടുത്ത് പിറുപിറുക്കാൻ തുടങ്ങി. ശിവശങ്കരനാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് പാടില്ലായിരുന്നു. എന്താ ചെയ്യണേ, ഇനിയിപ്പോൾ എന്താ ചെയ്യണേന്നൊന്നും അറിയില്ല. പക്ഷേ വൈജയന്തിക്ക് ആകെ ഒരു ഇതായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്നത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ശിവേട്ടൻ വരെ എന്നെ ആട്ടി ഓടിക്കുന്ന പോലെയുള്ള സംസാരമൊക്കെ സംസാരിച്ചു. അത് വല്ലാത്തൊരു ഫീലിങ്സ് ആയിപ്പോയി. അപ്പം ഒരു ഒറ്റപ്പെടലിൻ്റെയൊക്കെ ഒരു മട്ടൊക്കെ നമ്മുടെ വൈജയുടെ മുഖത്ത് വന്നു കേട്ടോ. ഏകദേശം ഇത്രയൊക്കെയാണ് നാളെ കാണിക്കുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനിയിപ്പോൾ വൈജയന്തി എന്ത് ഡിസിഷനാണ് എടുക്കുന്നതെന്നും ഇനിയിപ്പോൾ ബാലചന്ദ്രൻ വന്നു കഴിയുമ്പോൾ ഇതിനൊരു തീരുമാനം എന്താണ് എടുക്കുന്നത്. പക്ഷേ അലീന എന്തായാലും ഇതിനൊരു തീരുമാനം എടുക്കുക തന്നെ ചെയ്യും. കാരണം എന്തെന്ന് വെച്ചാൽ അവർക്ക് മൂന്നൂർക്ക് അവരുടെ അമ്മയെ താൻ കാരണം നഷ്ടപ്പെട്ട് പോകാൻ പാടില്ല. അതിന് തക്കതായ ഒരു തീരുമാനം എടുക്കുക തന്നെ അലീന ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ബബിതയും അലീനയും രോഹിത്തും എല്ലാവരും കൂടെ നമ്മുടെ വൈജയന്തിയെ കാണാനായിട്ട് വരികയും വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോകാനൊക്കെ വരുന്നുണ്ട്. പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് കാത്തു തന്നെ ഇരിക്കാം. വൈജയന്തിയുടെ ഈ അഹങ്കാരത്തിനൊക്കെ ഒരു കൊട്ട് എന്തായാലും കിട്ടണം അല്ലേ. അതെന്തായാലും പഠിക്കും. വരും വഴികളിൽ കൂടെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ മഴതോറും മുമ്പേ സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങൾക്കായിട്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് സ്കിപ്പ് അടിക്കാണ്ടൊക്കെ ഒന്ന് കേൾക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ നാളെ രാവിലെ ഫുൾ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നല്ലൊരു ഗുഡ് നൈറ്റ് പറയുന്നു. അതുപോലെ തന്നെ ഹാപ്പി ബലിപെരുന്നാൾ എല്ലാവർക്കും, ഈദ് മുബാറക്കൊക്കെ പറയുന്നു. അടിപൊളി പെരുന്നാളൊക്കെ ആയിരുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, സീ യു.